അതുവരെ നമ്മൾ നടത്തിയ ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ആവശ്യത്തിൽ നമുക്ക് അടുക്കുക. ധൈര്യത്തോടെ ഉപാസനത്തിലേക്ക് ദൃശ്യം അടുത്തു വരുവാൻ മക്കളെ നമുക്ക് ലഭിച്ച അവകാശം ക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവദാനമായി തന്നത് ഓർമ്മ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ ആരാധനയും ദൈവസാന്നിധ്യം അതിലൂടെ അനുഭവിച്ചറിയുവാൻ ഇടയാക്കേണ്ടത് ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച പ്രാർത്ഥന എല്ലാവരും സമയം അതിനെ തുടർന്ന് ഹല്ലേലൂയ സ്തോത്രയാഗം ദൈവസ്ഥലം അർപ്പിച്ച് ദൈവത്തിന് മഹത്വം കരയിക്കാറ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരാഴ്ചയുടെ കാലം മുഴുവൻ ചെറുകടിയിൽ നമ്മെ പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം വിശുദ്ധന്മാർ ലോകമെമ്പാടും ആത്മാവിൽ ശബ്ദം ദൈവത്തെ ആരാധിക്കുന്ന പ്രകാരം കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ അവരുടെ നാമത്തെ ഉയർത്തുവാൻ ദൈവത്തെ ഭാഗ്യമർപ്പിക്കാൻ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് ഗ്ലോറി ടു ഗോഡ്. സ്തുതി സ്തോത്രയാഗങ്ങളാൽ ദൈവത്തിന്റെ മഹത്വം കരയിക്കുവാൻ നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കണം. നമ്മുടെ ശരീരങ്ങളെ ജീവന വിശുദ്ധി ദൈവത്തിന്റെ പ്രസാദകരമായ യാഗമായി ഇന്ന് പകൽക്കാലം സമർപ്പിക്കപ്പെടുവാൻ അതിലൂടെ ദൈവനാമം നമ്മിൽ മഹിമപ്പെടുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുന്നു. വിശുദ്ധ പകൽക്കാലം അങ്ങേ ആരാധിക്കുവാൻ അവിടുത്തെ സന്നിധി ഞങ്ങളെ കൂട്ടുവരുത്തിയ അവിടുത്തെ വിശ്വസ്തതയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. കൂട്ടുവരുത്തിയതിനായി സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്ന് പകൽക്കാലം നടന്ന ശുശ്രൂഷകളിൽ അവിടുത്തെ നാമം മാത്രം മഹിമപ്പെടട്ടെ. ഹല്ലേലൂയ. സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയുമെല്ലാം അവിടുത്തെ നാമത്തിന് അർപ്പിപ്പാൻ ഞങ്ങളെ തന്നെ ഇന്ന് പകൽക്കാലം സമർപ്പിക്കുകയാണ്. ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ ആശീർവാദം പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ഞങ്ങൾ ചോദിക്കുക. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ പ്രബോധനങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ദൈവത്തിന്റെ വചനത്തിന്റെ ആഴത്ത് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുവാൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ രൂപാന്തരത്തിന് കാരണമായി തരുവാൻ ആത്മനിറവോടെ ആത്മാവിന്റെ ശക്തിയിൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ വചനം ശ്രമിപ്പാൻ വചനത്തിന്റെ വെളിപ്പാട് ഞങ്ങൾക്ക് ലഭിപ്പാൻ രൂപാന്തരമായി പരിണമിപ്പാൻ അവിടെയാകണമേ. ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് ഗ്ലോറി ടു ഗോഡ് ഹല്ലേലൂയ. ഏകാഗ്ര ഹൃദയത്തോടെ സന്നിധി ബോധത്തോടെ ദൈവിക ശക്തിയിലായിരിക്കാൻ പകൽക്കാലം അതിനായി ഞങ്ങളെ തന്നെ ദൈവം നൽകിയിരുന്ന ഹല്ലേലൂയ. ആലയ പരിസരവും ദൈവത്താൽ ഹല്ലേലൂയ സൂക്ഷിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപ അതുകൊണ്ടാണ് കാവ്യപരിപാലന ഹല്ലേലൂയ ഉണ്ടായിരുന്നത്. തുടർന്ന് മനുഷ്യനെ ചോദിക്കുന്ന ആ സാന്നിധ്യത്തിലെ മഹത്വം എഴുതണം. മാനവ മഹത്വം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇത് പകൽക്കാലത്ത് നിമിഷങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ്. ദൈവത്തെ ആരാധിക്കാൻ ഇന്ന് പകൽക്കാലം ദിവസത്തിലായിരിക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്ത നീതിമാൻ, വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് പാടുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങൾ അനുഭവിച്ചറിയുവാൻ സ്വർഗ്ഗത്തിൽ നമ്മെ ഇടയാക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ നന്മകൾ ഹല്ലേലൂയ സർവ്വ നന്മകൾക്കായി ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ പ്രകാരം പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സംഗീതക്കാരന്റെ വാക്കുകൾ ഉദ്ധരിച്ചാൽ എത്രമേ പോയി വാഴ്ത്തുക, എന്റെ സർവാന്തരമേയും അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മേ പോയി വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും പറയുന്നത്. ഹല്ലേലൂയ. ജീവിതങ്ങളെ ഒരു നിമിഷം പോലും മാറാതെ നന്ദിയുള്ള ഹൃദയത്തോടെ പകൽക്കാലം ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ശക്തിപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രം. എന്നോടുള്ള നിന്റെ കൃപ, എന്നോടുള്ള സർവ്വ നന്മകൾക്കായി പാട്ട് ചേർന്ന് പാടി. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ നമ്മളെല്ലാം ഓർത്ത് സ്തോത്രം പാടി ദൈവത്തെ Amen.
ഈ ദിവസം നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മെ തേടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന രക്ഷകരമായി തീർന്ന യേശു കർത്താവിനെ നീ പറഞ്ഞ കർത്താവിനായി സ്തുതിക്കാവുന്ന പാട്ട് പാടി കരങ്ങളെ കണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ Love
Jesus. Most gracious Father, In the name of Jesus. Hallelujah. 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 worship your holy name. Thank you very much. Worship Lord Father Jesus. Praise the Lord. Which guidance in your Holy Spirit, Lord Father. We have to put our hope, our trust, and our confidence in you, Lord Father. I pray for this meeting, Lord Father. I pray that you bless the rest of the meeting, Lord Father, from the Sanskrit to the English worship, Lord Father. For the Christian viewers, the testimony and the main message, Lord Father. I pray that you will be a blessing in our lives, Lord Father. Give us to take this for us throughout the whole Hallelujah. Hallelujah. Sustain us with the Lord Father. I pray that you guide us with the Holy Spirit, Lord Father Jesus. Guide this whole meeting through the Spirit, Lord Father Jesus. I submit the rest of the meeting into your hands. In Jesus' name I pray. എനിക്ക് ഉണ്ടാകില്ല സമർപ്പിക്കുന്നു. തിരുനാമ നിമിത്തം നീതിപാതകളിൽ നടത്തുന്നു. ശത്രുക്കൾക്കാകെ നീതിക്ക് വിരുന്നൊരുക്കുന്നു. അഭിഷേകം ചെയ്യുന്നു. എന്റെ പാലപാത്രം നിറഞ്ഞു പിടിയുന്നു. അടുത്ത വാക്യം ചേർന്ന് വായിക്കാൻ നന്മയും നമ്മുടെ കൈകളിൽ ദൈവത്തെ സ്തുതിക്കാം. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധനയുള്ള സമയമാണ്. ഹല്ലേലൂയ. മന്ദിരത്തിൽ തന്നെ ഇങ്ങോട്ട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ വീണ്ടും അല്പ സമയം കൂടെ പാടി ആരാധിക്കാൻ Let's remember one thing as we are entering English worship, that many out there don't have the opportunity to worship like this so freely, but we do. Amen. Hallelujah. Yes. The Bible tells us in Ephesians 4:3 to make every effort to keep the unity of the Spirit through the bond of peace. Yes. Amen. God expects us to use His unifying Spirit among us as a part of His body to take His gospel to all nations and tribes. We are here to stand together in proclaiming that Jesus is one true God of this universe. Amen. Amen. Through Christ's ultimate sacrifice, we have eternal hope. Now, empowered by the Holy Spirit, we have the courage to take this gospel to the world. And because of His sacrifice, and because of the Spirit in us, He deserves all our honor, glory, and praise. So I request everyone to join us with one heart and one voice as we spend some time in worship. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Hallelujah. Welcome, Holy Spirit.
come just as we are. When we feel tired, burdened, or unsure, God meets us right there. His word tells us that His strength is made perfect in our weaknesses. Today, let's lay down every worry, every heaviness, and lift our hearts to the one who sustains us. As we sing this song, may it be our prayer and our declaration that Jesus is our strength when we are weak. You are my strength when I am weak. You are the treasure that I see. You are my all in all. Seeking you as a precious jewel. You're the gift of my beautiful. You are my all in all. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your Taking my sin, my cross, my shame, rising again, I bless your name. You are my all in all. When I fall down, you pick me up. When I am tired, you fill my cup. You are my all in all. Hallelujah, hallelujah. Oh, the Lamb of God, Jesus alone. You are worthy of God. Hallelujah. We praise you, God. Thank you for your presence in our midst, God. Hallelujah. We declare your name. Hallelujah. High and lifted up. Praise God. You alone are worthy to be worshipped, God. Our glory, our praises, honor, everything we offer unto your name, of God. Hallelujah. This morning we are in your presence, God. Help us to worship you more and more. As we are in your presence for some more time, we seek your face, God. Hallelujah. Thank you, Lord, for your presence in our midst. As you promised you are in our midst, God. Speak to our hearts,
ആഗ്രഹിക്കുന്നു. ഇതുപോലെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ എല്ലാ വിശ്വസതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. 23-ാം സങ്കീർത്തനം. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന, നമ്മൾ പലരും സ്തോത്രം പ്രചുരമായിട്ട് ആദ്യം പഠിക്കുന്ന സ്തോത്രം വേദ വചനങ്ങളിൽ ഒന്നാണ് Psalm 23. Is it true? Yes. So this is Psalm 23 is one of the psalms that we learn by heart. Praise God. Many of the young children, they learn this psalm by heart in Malayalam first of all, because the parents used to tell them, even though they don't know the meaning of each and every verse, but they just learn this in Malayalam. I have seen many kids telling Psalm 23. Even though they cannot speak anything in Malayalam, they can say Psalm 23 in Malayalam. And that is what with the many diaspora Christians all over the world I have seen that. മലയാളത്തിലെ മറ്റൊരു ഭാഗം പറയാൻ അറിയത്തില്ലെങ്കിലും പെന്തക്കോസ്തുകാരുടെ മക്കൾക്ക് പലർക്കും 23-ാം സങ്കീർത്തനം മലയാളത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം അവർ ആദ്യം പഠിക്കുന്നത് സ്തോത്രം. അത് പറയുന്നത് ഇതിനകത്ത് എഴുതിയിരിക്കുന്നൊന്നുമില്ല, യഹോവ എന്നെ ഇങ്ങനെയാണോ മുട്ടുണ്ടാകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. സ്തോത്രം. വാക്കൊന്നും അക്ഷരമൊന്നും കൂടുതലല്ല പറയുന്നത്, പക്ഷേ അവരത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം. സ്തോത്രം. ഇത് ഒരു ദൈവത്തിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തെ ഹല്ലേലൂയ വളരെ സംക്ഷിപ്തമായി 6 വാക്യങ്ങളിൽ വരച്ചു കാട്ടുന്ന ഒരു സങ്കീർത്തനമാണ് 23-ാം. പലപ്പോഴും നാം ധ്യാനിച്ചിട്ടുള്ള സങ്കീർത്തനം. എന്നാൽ when we look at the location of this psalm, the location of this psalm, when you look at Psalm 23, and we will try to have a deeper understanding of this psalm. When we look at the place that the Holy Spirit has placed this psalm in the scripture, we see it is between Psalm 22 and Psalm 24. Praise God. Hallelujah. And Psalm 22 is a psalm of passion, the passion of Christ. You can see the mountain of Calvary we see in Psalm 22. And Psalm 24 we see another mountain, the mountain of the Lord. Hallelujah. Praise the Lord. The Mount Zion or the Mount Olive we can see. And in between these two psalms, praise God, in between Mount Calvary and Mount Zion, Mount Olive, we see a valley. Praise the Lord. Hallelujah. And the valley, praise God, the valley of green pasture, the valley of quiet waters, the valley of green flowers, the valley where a shepherd is guiding us, a valley where we see grazing sheep, a valley of our spiritual life. Hallelujah. We see Psalm 23. Praise God. മനസ്സിലാക്കിയേ, ഒന്ന് നോക്കിയേ, കാൽവരിയുടെ പർവ്വതം. ഹല്ലേലൂയ. നമ്മുടെ രക്ഷയ്ക്ക് പറ്റിയ കാൽവരിയുടെ പർവ്വതം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിനെ കാണിക്കുന്ന ഹല്ലേലൂയ ഒലിവ് അല്ല, സ്തോത്രം, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന സിയോൻ പർവ്വതം. ഹല്ലേലൂയ. സ്തോത്രം. അതിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു താഴ്വരയായി 23-ാം സങ്കീർത്തനം നമുക്ക് മനസ്സിലാക്കാം. പ്രൈസ് ദി ലോർഡ്. ആ വാലിയിലേക്ക് നമ്മൾ എത്തുവാൻ കാരണമായ കാൽവരിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മുടെ ഇടയനായി മാറുവാൻ കാരണമായ കാൽവരി എന്ന പർവ്വതം. ഹല്ലേലൂയ. അവിടുന്ന് നമ്മെ ആ താഴ്വരയിലേക്ക് കൊണ്ടുവന്ന് ഹല്ലേലൂയ സ്തോത്രം നമ്മെ പോറ്റി പുലർത്തുന്ന ഒരു മുട്ടുമുട്ടാകാതെ, ഒരു ക്ലേശമുണ്ടാകാതെ, പച്ചയായ പുൽപ്പുറങ്ങളില് സ്വച്ഛമായ വെള്ളത്തിന്റെ നടുവില് നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. കൂടെ ഈ താഴ്വരയിൽ നിറയുമ്പോൾ അവന്റെ സാന്നിധ്യം നമ്മളെ ബലപ്പെടുത്തുന്നതായി, ശത്രുക്കൾ കാണെ നമുക്ക് വിരുന്നൊരുക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഇടമായി, നന്മയും കരുണയും നമ്മുടെ മേൽ അഭിഷേകമായി ചെയ്യുന്ന ഒരിടമായി. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരു ഉത്പാദനം ചവിട്ടുമ്പോൾ ആ മല രണ്ടായി മാറി. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഇടം വരെ ഒരു ഇടയനെ പോലെ നമ്മൾ നടത്തുവാൻ അവൻ വിശ്വസ്തനാണെന്ന് വിളിച്ചു പറയുന്ന ഒരു സങ്കീർത്തന ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ഒരു വലിയ സംക്ഷിപ്ത രൂപമാണ് 23-ാം സങ്കീർത്തനം. Praise God. പരിശുദ്ധാത്മാവ് മനോഹരമായി ഈ സങ്കീർത്തനത്തെ അവിടെ പ്ലേസ് ചെയ്ത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Looking into Psalm 23, the way it is being placed by the Holy Spirit, according to very beautifully, very logically, very systematically, to picturize our Christian life when we live on this earth. Hallelujah. The people of God, only a person who has gone through the experience of Mount Calvary and accepted Jesus Christ as a personal Savior will be able to say that my Lord is my shepherd. Amen. കർത്താവിനെ ഇടയനായി പറയാൻ കഴിയുന്ന ഒരു വ്യക്തി കാൽവരിയിലെ യാഗത്തെ അംഗീകരിച്ച് കർത്താവിന്റെ പൈതലായിട്ടുള്ള ദൈവത്തിൽ മാത്രമേ കഴിയുള്ളൂ.
They should not be listening. Hallelujah. Do you understand what I'm saying? Praise God. Psalm 23 is so powerful. Next time when you read Psalm 23, read this psalm keeping this thing in mind. This is what our Christian life should look like. Hallelujah. We go through the valley. Hallelujah. We are going through the valley. We have two tall mountains for us. Hallelujah. Our Christian life is not something that end up nowhere, but we are in a journey where we are heading towards eternity. Hallelujah. Psalm 23 is picturizing that. നിശ്ചയതയുടെ കാഴ്ചപ്പാട് നമ്മിലേക്ക് നൽകുന്ന ഈ താഴ്വര നമ്മുടെ അന്ത്യമല്ല. ഈ താഴ്വരയിൽ നാം തകർന്നു പോകത്തില്ല. ഈ താഴ്വരയിൽ നമ്മൾ ഇല്ലായ്മയാകത്തില്ല. ഭൂമിയിലുണ്ടെങ്കിലും അതിന് പ്രതികൂലങ്ങളുണ്ടെങ്കിലും അവിടെ നാം ഇല്ലായ്മയായി പോകാതെ കാലുകളിൽ നമ്മുടെ കരത്തിൽ പിടിച്ചവർ അതിന് നിശ്ചയതയോളം നമ്മുടെ കരത്തിൽ പിടിക്കുമെന്ന് ഉറപ്പു തരുന്ന ഒരു ദൈവസന്നായിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അൺസർട്ടനിറ്റി പലതുണ്ടാകാം, അനിശ്ചിതത്വങ്ങൾ പലതുണ്ടാകാം. നാളെ എങ്ങനെയായി തീരുമെന്ന് ഭാവിയെ നോക്കി നെടുവീർപ്പുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. അവൻ കരത്തിൽ പിടിച്ചിട്ടുണ്ട്, അവൻ കൈവിടത്തില്ല. പലപ്പോഴും സൂര്യനും നമുക്ക് അറിയുന്നില്ല മുന്നോട്ടുള്ള വഴികളെ കുറിച്ച്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. എപ്പോഴും ഈ താഴ്വരയിൽ സൂര്യപ്രകാശവും എപ്പോഴും ഇടയുടെ സാന്നിധ്യവും എപ്പോഴും എന്റെ പച്ചപ്പമായിരിക്കണമെന്നില്ല. സീസണുകൾ മാറി പറയാം. എന്നാൽ ഒരു കാര്യം നിന്റെ കരത്തിൽ പിടിച്ചവരും ഹല്ലേലൂയ അവന്റെ സാന്നിധ്യത്തിന് വിട്ടുപോകത്തില്ല. എന്നൊരു വിശ്വാസത്തോടെ ഇതുപോലെ കാലം നാഥനായ ഇടയനായ കർത്താവിനെ ഒരു മാറോട് ചേർത്ത് പിടിപ്പാൻ സാന്നിധ്യം എനിക്ക് പകൽക്കാലം ആവശ്യമാണ്. ഞാൻ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ സൂര്യന് എനിക്ക് അഗാധമാണ്. ഹല്ലേലൂയ ഇവിടെ എന്റെ കണ്ണുകൾ വന്നതുണ്ട്. ഓ ഹല്ലേലൂയ തപ്പിത്തടയുന്ന അവരുടെ ലോകത്തിലേക്ക് എന്നെ വിടാതെ എന്റെ വഴിയിൽ പോലെ എനിക്ക് ആശ്വാസമായി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ വഴി നടത്തുന്ന നല്ല കർത്താവിന്റെ സാന്നിധ്യം ഇതുപോലെ അനുഭവിച്ചറിയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. 21-ാം സങ്കീർത്തനം നമ്മുടെ ദാവീദിന്റെ ജീവിതത്തിൽ എത്രത്തോളം ആശ്വാസമായി നിലകൊണ്ടോ ഒരു ഇടയന്റെ വാക്കിൽ, ഒരു ഇടയന്റെ അനുഭവത്തിൽ എഴുതിയ സ്തോത്രം. ഹല്ലേലൂയ. അതിന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരുക. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഒരു നിമിഷം ഒന്ന് ധ്യാനിക്കാൻ കഴിയുമോ? കർത്താവേ ആ കാൽവരിയിൽ എന്നെ ഹല്ലേലൂയ തേടി വന്ന സ്നേഹത്തിനായി സ്തോത്രം. ആ സ്നേഹത്തിലൂടെ അങ്ങനെ ഇടയനായി മാറി. ഹല്ലേലൂയ. Praise the Lord. He restored my soul. Hallelujah. Praise the Lord. പ്രാണനെ തണുപ്പിക്കുന്നു എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. But hallelujah, English is written he restores, he redeems. Hallelujah. നഷ്ടപ്പെട്ടു പോകാതെ നമ്മെ അവൻ വീണ്ടെടുത്ത കൃപയോ നല്ല ഇടയനായി. കഴിഞ്ഞ നാം കാണാതെ പോയാളെ കുറിച്ച് പറഞ്ഞല്ലോ. കാണാതെ പോയ ഒറ്റയാട്. ഹല്ലേലൂയ. അതുപോലെ മറ്റു പലർക്കും അതൊരാട് മാത്രമാണ്. 99 വേറെ ഉണ്ടല്ലോ ഈ ലോകത്തിന്. ഹല്ലേലൂയ. നമ്മൾ ഒരാൾ പോയാൽ മറ്റു പല ഓപ്ഷൻസ് ഉണ്ട്. ഹല്ലേലൂയ. പലർക്കും ഹല്ലേലൂയ നമ്മൾ ഇല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല നാം ചിന്തിക്കുന്ന പലരും they will move forward even though we are not there. നമ്മുടെ കർത്താവിന് സ്തോത്രം. ഒരു പ്രത്യേകതയുണ്ട്. ആ 99 ആളുകളിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിന്റെ പിന്നാലെ പായുന്നൊരു നല്ല ഇടയുടെ മനോഭാവമാണ് എന്റെ ദൈവത്തിന് എന്നോടുള്ളത്. എത്ര പേർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നു? How many of you can really understand, grasp and perceive that great understanding that God has a unique relationship that God has towards His children? He will never overlook. Hallelujah. He will never, hallelujah, forsake us. He will come behind you. He will wait for you. Hallelujah. So നാം ദൈവത്തെ വിട്ട് അകന്നു പോകുന്ന അവസരങ്ങളിൽ നമുക്ക് ദൈവത്തെ വേണ്ട എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ ഇനി എന്തിനായി ദൈവത്തെ എന്നുള്ള ചിന്തയോടെ ഹല്ലേലൂയ ഹൃദയത്തെ കഠിനപ്പെടുത്തി നാം പോകുമ്പോഴും നമ്മളെ ഏത് നൽകവലയും കർത്താവിനെ ഉപേക്ഷിച്ച് നമ്മുടെ സ്വന്തം ഇഷ്ടപ്പെടാൻ നീങ്ങുവാൻ തുടങ്ങിയോ അവരെ നൽകവലയും നമ്മെ കാത്ത് നഷ്ടപ്പെട്ട പുത്രനെ കാത്ത് മടങ്ങി ഒരു കാത്തു നിൽക്കുന്ന പിതാവിനെ പോലെ ഹല്ലേലൂയ ഒന്ന് നഷ്ടപ്പെട്ട ഹല്ലേലൂയ 99 വിട്ട് ഹല്ലേലൂയ നമ്മെ തേടി വരുന്നത് പോലെ നമ്മുടെ കർത്താവിന്റെ സ്നേഹം നമ്മുടെ പോലെ hallelujah no one is too far for the love of God. No one is too lost for the love of our God. Hallelujah. നമ്മൾ എത്ര നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഇവരെ രക്ഷപ്പെടത്തിൽ നാളുകൾ വിധി എഴുതിയാലും എന്റെ കർത്താവിനെ നമ്മൾ സാധ്യതകൾ തുറക്കാൻ കഴിയും.
ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ സ്നേഹം. കാൽവരിയിലെ കള്ളനെ കാൽവരിയിൽ കർത്താവായ ക്രിസ്തു കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്റെ കൂടെ പരദീസയിലിരിക്കും. ഹല്ലേലൂയ. അസാധ്യങ്ങളുടെ ഒരു വലിയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒരു വലിയ ലിസ്റ്റ് അവന്റെ മുമ്പിലുണ്ട്. ഒരു കാരണവശാലും എനിക്ക് പരദീസയിലെത്തുവാൻ കഴിയുന്നില്ല ഉറപ്പിച്ചു പറയുന്ന അവനും അവനോട് കൂടെ ഉള്ളവരും ഉറപ്പിച്ചു പറയുന്ന സാഹചര്യത്തിൽ എന്റെ കർത്താവ് പറയുക അത് നിന്ന് സംഭവിക്കും. ഇതുപോലെ കാലം എത്രവർക്ക് പറയാൻ കഴിയും കർത്താവേ അതിൽ നിന്ന് സംഭവിക്കും. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ഹല്ലേലൂയ ആ ദിവസം ഇന്നാണ്. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവിന്റെ എനിക്കൊരു മുട്ടും ഉണ്ടാകില്ല. Praise the Lord. I shall not have it one. Hallelujah. കണ്ണുകളുടെ ദിവസത്തിലാണ് കർത്താവ് നമ്മെ ഈ സാടുകളിൽ ഇതുവരെ വഴി നടത്തിയിട്ടുള്ള ഓർത്ത് വിധങ്ങളെ ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. ഹല്ലേലൂയ. നന്ദിയുടെ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഞാൻ പട്ടുപോകാതെ അവിടുത്തെ കൃപയാണ്. പലപ്പോഴും നന്ദി പറയാൻ കഴിഞ്ഞിട്ടില്ല, നന്ദിയോടെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. നന്ദിയുടെ ഓർക്കലെ കർത്താവേ അങ്ങ് നടത്തിയ വിധങ്ങൾക്കായി നന്ദി എന്ന് പറഞ്ഞാണ്. ഹല്ലേലൂയ. ആ നന്ദിയുടെ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ച് നാളുകളിൽ ഈ താഴ്വരയിൽ നിത്യതയോളം സത്യകൂട്ടാളിയായി കൂടുന്നുണ്ട്. My Lord shall be my support. He shall help me cross over all these burdens. Hallelujah. Cross over the Red Sea, cross over the mountains, cross over the valleys, you cross over the Jordan. Hallelujah. Praise the Lord. Hallelujah. അവസാനത്തെ ശത്രുവായി മരണവും നീങ്ങി പോകും വരെ നിത്യതയിലേക്ക് എന്റെ കരത്തെ പിടിച്ച് സത്യകൂട്ടാളിയായി എന്റെ വഴി നടത്തുന്ന വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാണ്. ഇതുവരെ കാലം വെല്ലുവിളികളോട് ഇന്നലെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ ഇതുവരെ കാലം ഞങ്ങളെ കേൾവിച്ചവരുടെ ആഗ്രഹിക്കായി സ്തോത്രം. കൽവറിയിൽ ഞങ്ങളെ തേടി വന്ന ദൈവ സ്നേഹത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ താഴ്വരയുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ കരുതുന്ന ദൈവമുണ്ടല്ലോ, അതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി യഹോവയുടെ പർവ്വതത്തിൽ ദൈവസന്നിധി ഞങ്ങളെ കർത്താവ് ഉയർത്തുന്ന സുദിനമുണ്ട്. നിത്യതയിലേക്കുള്ള പ്രവേശനം മുമ്പ് വരെ ഞങ്ങളെ കാക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ രുചിമായവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടുത്തെ വചനങ്ങൾക്കായി ഞാൻ നന്ദി പറയുന്നു. ഈ വചനത്തിന്റെ അടിസ്ഥാനം ഞങ്ങളെ പ്രാർത്ഥനാക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പിന്നെ അവരുടെ kids will come forward for the prayers. Please. Hallelujah. Glory. Hallelujah. For as many of you as were baptized in Christ have put on Christ. There is neither Jew nor Greek. There is neither slave or free. There is neither male nor female. For you are all in one in Christ. Hallelujah. And if you are in Christ, you are Abraham's offspring, heir according to promise. Galatians 3 verses 27 and 29. Hallelujah. Praise the Lord Jesus. I appeal to you, therefore, brothers, by the mercies of God, to present your bodies as a living sacrifice, holy and acceptable to God, which is your spiritual worship. Psalm 117. Praise the Lord, all you nations, exalt the holy peoples. For great is his love towards us, and the faithfulness of the Lord endures forever. Praise the Lord. Praise the Lord. Hallelujah. Book 252. Jesus grew in wisdom and stature and favor with God and man. Amen. Praise the Lord. Do you not love the world or the things in the world? If anyone loves the world, the love of the Father is not in him. For all that is in the world is the love of the Father, is the lust of the flesh, the lust of the eyes, and the pride of life. It is not of the Father, but is of the world. And the world is passing away in the lust of it. But he who does the will of God abides forever. 1 John chapter 2, verse
7, verse 15 to 17. Amen. Praise the Lord. Isaiah 22, verses 22. I will place on him the key to the house of David. What he opens, no one can shut. What he shuts, no one can open. Amen. Amen. Proverbs 3, verse 5 and 6. Trust in the Lord with all your heart, and lean not on your own understanding. In all your ways submit to him, and he will make your path straight. Praise God. The salvation of the righteous is from the Lord. He is their strength in the time of trouble. And the Lord shall help them and deliver them. He shall deliver them from the wicked and save them, because they trust in him. Psalms 37, verse 39 to 40. Amen. Psalm 84, verses 11, 10 and 11. Better is one day in your courts than 1,000 elsewhere. I would rather be a doorkeeper in the house of my God than dwell in the tent of the wicked. For the Lord God is a sun and shield. The Lord bestows favor and honor. No good thing does he withhold from those whose walk is blameless. 2 Thessalonians chapter 3, verses 3 to 4. But the Lord is faithful, who will establish you and guard you from the evil one. And we have confidence in the Lord concerning you, that you will do and continue to do things that he commands you. Know this, my little brothers. Let every person be quick to hear, slow to speak, and slow to anger. For the anger of man does not produce the righteousness of God. Therefore, put away all filthiness and wickedness, and receive with meekness the implanted rivers able to save your souls. But be hearers of the word and not doers, only deceiving yourselves. For if anyone is a hearer of the word and not a doer, he is like a man who looks at his natural face intently in the mirror. For he looks at himself and goes away, and at once forgets what he was like. But the one who looks to the perfect law, the law of liberty, and perseveres, being no hero who forgets, but a doer who acts, he will be blessed in his doing. James 1, verses 19 to 25. Amen. Praise God. Blessed is the man who fears the Lord and delights in his commandments. For his descendants will be mighty on the earth, and the generations of the upright will be blessed. Psalms 112 and 42. Praise God. ആയിരം വിശുദ്ധന്മാർ കാന്തനം കർത്താവ് വന്നിടുമേ അതിയോടവനായി കാത്തിടമേ അതിയോടവനായി കാത്തിടമേ ആയിരം വിശുദ്ധന്മാർ കാന്തനം കർത്താവ് വന്നിടുമേ.
ചില ചിന്തകൾ പരിശുദ്ധാത്മാവിൽ പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നു. ദൈവസഭയിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ പ്രവൃത്തി ഈ നാളുകളിൽ ദൈവസഭയിൽ ദേശത്ത് വെളിപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നു. സ്തോത്രത്തിനായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ സഹായിച്ചു. We wish to see the kind of work that was happening in the first century that happened with the believers, and we want to see the same thing happening with our church during these days. Amen. Praise the Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. We know that there is nothing impossible with the Holy Spirit. The Holy Spirit, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്താലും അതിന് പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട് നമുക്കറിയാം. Whatever the Holy Spirit does, behind that there is a purpose, God's purpose in it. Praise the Lord. ഒരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. Just for the sake of doing something, it does not do anything. പക്ഷേ ഒരു പദ്ധതിയോടുകൂടെ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിക്കാറുള്ളൂ. The Holy Spirit works with a purpose. Praise the Lord. ആ പർപ്പസ് ഡ്രിവൺ ആയിട്ടുള്ള പദ്ധതി, ദൈവത്തിന്റെ പദ്ധതി അടിസ്ഥാനപ്പെട്ടുള്ള ഏതൊരു, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം കാണുന്നത് പരിശുദ്ധാത്മാവ് ആഴത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ നാം വായിക്കും. The Holy Spirit always works with a purpose. In the beginning of the Bible in Genesis, we see that the Spirit of God was resting on the foundation. Holy Spirit was hovering എന്നായിരിക്കുന്നത്. പൊരുന്നിരുന്നു എന്ന മലയാളത്തിൽ നമുക്കതിന്റെ അർത്ഥഗാമികൾ എന്ന് പറഞ്ഞാൽ ഒരു കോഴി എന്റെ കുഞ്ഞുങ്ങൾ പൊട്ടയ്ക്കകത്തുനിന്ന് കുഞ്ഞുങ്ങൾ വിരിയും വരെ, കോഴിയുടെ സാമ്പ പറയുന്നത് എല്ലാ പക്ഷികളും അങ്ങനെയാണ് നമുക്കറിയാം. It sits there, resides and waiting for the eggs to hatch. മുട്ട വിരിയുവാൻ കാത്തിരിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവത്തെയാണ് കാലത്തിൽ പരിശുദ്ധാത്മാവ് അവിടെ ഹോവറിംഗ് വ്യാപിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. Just like we see a hen looking after its eggs, it is settling on its eggs, it is residing on top of it. The exact same way the Holy Spirit is hovering over our situation. Praise the Lord. Hallelujah. പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. Hovering over the face of waters എന്ന വാക്ക് എഴുതിയിരിക്കുന്നത് എന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പല വിഷയങ്ങളുടെ മേലും അവൻ പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. You see over here that the Spirit of God was hovering over the waters, and in the same way right now, nowadays our Spirit is also hovering over our situation. Praise the Lord. ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തിയുടെ സമയമാകുമ്പോൾ ഹല്ലേലൂയ, ആ ഏതിന്റെ മേലാണ് പരിശുദ്ധാത്മാവ് പൊരുന്നിരുന്നത്, അത് ഹല്ലേലൂയ വിരിയുവാൻ, അത് വെളിപ്പെടുവാൻ പൂർണ്ണ അളവിൽ അതിന്റെ സംഭവിക്കാനിടയായിട്ട് നാം മനസ്സിലാക്കണം. Whatever purpose is going to be revealed that has to be revealed by God, at that very same time the Holy Spirit will have it revealed. Praise the Lord. ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങളും ഏറ്റവും കാര്യമായി ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രോജക്റ്റായി, ദൈവത്തിന്റെ ഏറ്റവും ശ്രദ്ധയുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മളാരും ചിന്തിക്കുന്ന വിഷയങ്ങളല്ല എന്ന് മനസ്സിലാക്കണം. One thing we should understand is that the main purpose that God has for this earth is not something that we think about, it's something different. Praise the Lord. കർത്താവിന്റെ സഭ, ദൈവം സ്ഥാപിച്ച ദൈവത്തിന്റെ കർത്താവിന്റെ കാന്തയായ ദൈവസഭ, ആ കർത്താവിന്റെ കാന്തയായ ദൈവസഭയെ ചേർക്കുവാൻ കർത്താവ് വരുന്നു. സ്തോത്രം. അതിനുവേണ്ടി സഭയെ ഒരുക്കുന്ന, ദ്രുതഗതിയിൽ ഒരുക്കുന്ന, പ്രൈസ് ദി ലോർഡ്, നിത്യതയിലേക്ക് ഒരു സഭയെ വേർപെടുത്തി മാറ്റുന്ന, സ്തോത്രം, ഹല്ലേലൂയ, ഉൽപ്രാവണം എന്ന് നമ്മൾ പറയുന്ന, റാപ്ചർ എന്ന് പറയുന്ന, അതിനുവേണ്ടി ഈ ഭൂമിയെ, ഈ ലോകത്തെ, അത് മാത്രമല്ല ദൈവസഭയെ ഒരുക്കുന്ന ഒരു പ്രക്രിയയിലാണ് നമ്മുടെ ദൈവം. What God has the purpose that He has for this church, the church represents like a bridegroom and like a bride, and what God wants to do is to prepare the bride for the rapture, not only for the world things, but also for the church there. Praise the Lord. അതുകൊണ്ട് നമ്മൾ അതിനെ നോക്കിയിട്ട് നമ്മൾ പറയുന്നത് അങ്ങനെ ഇങ്ങനെ മറ്റേത് നാനോ ടെക്നോളജിയാ, ഇതാ മറ്റേ ഏതാനും മറ്റേതിലും മറിച്ചതിലൊക്കെ നമ്മൾ പറയുമ്പോൾ തമ്പുരാന്റെ ഇവിടെ കിടക്കുന്ന ഏതൊരു പ്ലാനും അതിനകത്ത് ദൈവത്തിന്റെ സ്വിംഗ് നീഡിൽ ചെന്ന് പതിക്കുന്നത്, സ്തോത്രം, തമ്പുരാൻ നേടിയെടുക്കുന്നത് നിത്യതയിലേക്ക് തന്റെ സഭയെ മാറ്റുന്ന ഒരു പ്രക്രിയയെ ഉതകുന്ന തരത്തിലാണ് എല്ലാ കാര്യങ്ങളും ചിട്ടയായി നടന്നുകൊണ്ടിരിക്കുന്നത്.
What we see is we might talk about a lot of things that are happening in this world with the technology, the wars that are happening, but God is precisely sewing everything together so that He can prepare for the rapture of the church. Praise the Lord. Hallelujah. അതിനകത്ത് ദൈവം ചെയ്യുന്ന മഹത്തരമായ കാര്യമുണ്ട്. സ്തോത്രം. ഈ ലോകത്തിൽ ഹല്ലേലൂയ ആയിരിക്കുന്ന ദൈവസഭ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ആവശ്യമായ എല്ലാം ദൈവം തന്റെ സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കാലയളവാണ് ഈ കാലം. These ages we see that God is working especially to make the church ready for the rapture, and He's providing all the necessities in order for the church to be ready for the rapture. കല്യാണം ഉറപ്പിച്ച് പഠിപ്പിച്ച് സ്തോത്രം കല്യാണത്തിന്റെ ഡേറ്റ് അടുക്കാറാകുമ്പോൾ ചില പരിപാടികളുണ്ട് അല്ലേ? When you see a girl who is engaged to be married, when they're coming closer to the marriage day, there are a lot of things that are being ready for. കല്യാണത്തിന് 6 മാസം പോലും ചെയ്യുന്നില്ല. കല്യാണത്തിന് ചില ദിവസങ്ങൾ, കല്യാണത്തിന്റെ ദിവസം എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത് അവിടെ ഏറ്റവും നല്ലതായിട്ട് സ്റ്റാറായിട്ട് തിളങ്ങേണ്ടത് ചെറുക്കനും പെണ്ണും ആയതുകൊണ്ട് പെൺപിള്ളേർ മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്ത് ചെറുക്കന്മാരും ഉണ്ടെന്ന് പറയുന്നത്. സ്തോത്രം. ഒരുക്കം സ്തോത്രം. ഹല്ലേലൂയ. തിരിക്കുന്നവരൊക്കെ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. എന്താണ് നല്ലൊരു ഒരുക്കം, അവസാന വട്ടം മിനിക്കുമണി അത് അനുഭവിച്ചിട്ടുള്ള ദൈവത്തെ സ്തുതിച്ചാണ്. ലഭിക്കാത്ത ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. What we see on wedding nowadays is that the preparedness for the boy and the girl to be ready for the wedding. They are going to be the stars of the wedding, and so they take a special preparation for that. അല്ലേ? Praise the Lord. Hallelujah. അത് പറയുമ്പോഴേ സന്തോഷിക്കാൻ പറ്റി പറഞ്ഞ സന്തോഷിക്കാം. മനസ്സിലൊക്കെ പിടിച്ചിരിക്കുക. കല്യാണം കഴിക്കാൻ പോകുന്ന പിള്ളേരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കല്യാണ ആലോചന നടക്കുന്ന പിള്ളേരുണ്ട്. അവർക്കൊക്കെ മനസ്സിൽ സന്തോഷം തുടർന്ന് വിചാരിച്ചാൽ ഉറക്കത്തില്ലല്ലോ. I'm telling you so that you can be for those who are ready to get married or who are engaged to get married. This is something that you can be prepared and be happy for. Just like that. അതുപോലെ തന്നെ സ്വതം ഈ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന പ്രഗ്നന്റ് ആകുന്ന സഹോദരിമാർ, നമ്മുടെ സഭയിൽ ഇപ്പോൾ ഉണ്ടല്ലോ ഒരു സഹോദരി കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നു. അവരുടെ ആ പ്രസവ സമയം അടുക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഒരുക്കുന്നവർ ചെയ്യും. Just like how a pregnant woman is getting closer to the delivery, there are a lot of things that they get ready before the delivery happens. നാട്ടുകാരെ ബേബിഷോറി സർക്കാരും ഫാമിലിയോട് അവരെന്ത് ചെയ്യും? ഈ കുഞ്ഞിനെ വരവേൽക്കാൻ ആവശ്യമായ എല്ലാ സാമഗ്രികളും ഒരുക്കും അല്ലേ? We see that in this nation they do a lot of baby showers, and what they do is they provide the gifts necessary to sustain. ഈ കുഞ്ഞു ഉദരത്തിൽ ഒരുപാട് സമയം തരത്തില്ല, പക്ഷെ പ്രസവ സമയം അടുക്കുമ്പോഴാണ് ചെയ്യുന്നത് അല്ലേ? When they are closer to the day of delivery is when they have these showers. ഇതുപോലെ എല്ലാ കാര്യങ്ങളുടെയും ഹല്ലേലൂയ കൺസ്യൂമേഷൻ അടുക്കുമ്പോൾ, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, കല്യാണം അടുക്കുമ്പോൾ, പ്രസവം അടുക്കുമ്പോൾ, ഹല്ലേലൂയ മറ്റു പല കാര്യങ്ങളും അടുക്കുമ്പോൾ കാര്യങ്ങളെ സ്വരുക്കൂട്ടുന്ന അവസാന വട്ട പ്രവൃത്തിക്ക് ഒരു വലിയ ദ്രുതഗതിയുണ്ട്, ഒരു വലിയ ഒരുക്കമുണ്ട്. ഹല്ലേലൂയ. അതിന് ഒരു പ്രത്യേക സ്പീഡുണ്ട്, അതിന്റെ ഉത്സാഹം. ഹല്ലേലൂയ. Like how you get ready for all these situations that are going to happen, like the marriage or the delivery of the baby, there is a special process in making this happen. എത്ര പറഞ്ഞ കാര്യം ഇതുപോലെ അന്ത്യകാലത്ത് ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ദൈവസഭയെ കർത്താവ് ഒരുക്കിയെടുക്കുന്ന സ്പെഷ്യലായി മണവാട്ടിയെ അതിനുവേണ്ടി ഒരുക്കുന്ന ദുരിതഗതിയിൽ വേഗത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി ദൈവസഭയുടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. His bride to be ready for the rapture, and He's providing the necessity for the church to be ready for it. Praise the Lord. അതിനകത്ത് ഹല്ലേലൂയ പലരും അതിനകത്ത് ഭാഗമായി മാറത്തില്ല, പക്ഷേ ഹല്ലേലൂയ സഭയുടെ കാന്തയായ സഭ അതിന്റെ ഭാഗമായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് വെളിപ്പാട് ലേഖനം ഭാഗപ്രകാരം യോഹന്നാൻ എഴുതി, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, അഴുക്കുള്ളവനെ അഴുക്കാകട്ടെ, നന്മ ചെയ്യുന്നവൻ നീതിമാൻ, ഇനി അധികം നീതി ചെയ്യട്ടെ. Just like I mentioned in the Revelation, those who are doing wrong, let them continue to do wrong, and those who are clean, let them continue being clean. Praise the Lord. അതിന്റെ ഒരു മിനിയേച്ചർ, അതിന്റെ ഒരു ലക്ഷണം നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നോക്കിയാൽ മതി. 1-ാം നൂറ്റാണ്ടിൽ ദൈവം ചെയ്ത പ്രവൃത്തിക്ക് സമാനമായ പ്രവൃത്തി കർത്താവിന്റെ വരവിന് അടുത്ത് ദൈവം ചെയ്തിട്ടുണ്ട്. Also, if you want to see an example of that, we can see in the book of the Acts of Apostles, where he was preparing everyone for it. Praise the Lord. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യമാണ് ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് വേണ്ടി കുറിവാക്യമായി വായിക്കുവാൻ താല്പര്യപ്പെടുന്നത്.
I would like to read Acts chapter 3, verses 6, as the main verses, the key scripture. Praise the Lord. വായിച്ചേരാം മലയാളത്തിലേക്ക്. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. Praise the Lord. Then Peter said, Silver and gold I do not have, but what I do have I give you. In the name of Jesus Christ of Nazareth, rise up and walk. Praise the Lord. Hallelujah. ഈ ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. For this verse. Praise the Lord. എനിക്കുള്ളത് നിനക്ക് തരുന്നു. Praise the Lord. What I have, I give it to you. വെള്ളിയും പൊന്നും better than gold and silver. വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ ശ്രേഷ്ഠമായുള്ള അന്ന് അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും ആ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന് അടുത്തിരുന്ന മുടന്തനായ വ്യക്തിക്ക് കൈമാറി ദൈവസഭയുടെ സാന്നിധ്യത്തെ ആ കാലഘട്ടത്തിൽ തെളിയിപ്പാനിടയായി. They were, Peter and John at that time were able to prove the presence of God by telling to that person who was sitting at the temple gates, I have no silver or gold, but what I have, I give it to you. Praise the Lord. ഇവർ ഇരിക്കുന്ന ആ സ്ഥലത്തിന്റെ പേര് സുന്ദരമാണ്. The place where he was sitting was called the Beautiful Gate. Praise the Lord. Beautiful. പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിയും അവന്റെ ലൈഫിൽ. But whatever there was beauty, there was not in that man who was crippled. Hallelujah. ചിലർക്ക് ഇങ്ങനെയാണ്, എത്ര ബ്യൂട്ടിഫുൾ ആണെങ്കിലും ഈ ബ്യൂട്ടിയുടെ നന്മ അനുഭവിക്കാൻ യാതൊരു ഗതിയുമില്ലാതെ ഒടിഞ്ഞു മുടങ്ങി ചുരുണ്ടുകൂടിയിരിക്കുന്ന അവസ്ഥയാണ്. Many people face the same situation where there's a lot of beautiful things in front of them, they're not able to experience it, and they are crippled in their form. ദേവാലയത്തിൽ വന്നിട്ട് ദൈവ സാന്നിധ്യത്തിന്റെ സന്തോഷം അനുഭവിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെക്കാൾ ഗതിയോട് വേറെ ആരും കാണും. If he was able to come in God's temple and he's not able to enjoy God's presence, there is no point in it. Praise the Lord. ഈ മനുഷ്യൻ മുഴുവൻ മാനവജാതിയെയും കാണിക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ he was paralyzed by birth. ജന്മന ഈവൻ ഹല്ലേലൂയ മുടന്തന അവന് മുഴുവൻ മാനവജാതിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയാത്ത ഹല്ലേലൂയ നിസ്സഹായമായ മാനവജാതിയെ അവൻ അവിടെ കാണിക്കുന്നു. Over here we see that this man who was sitting at the gate was fully paralyzed from the birth, and what he was doing was he was representing the human's inability to save itself from sin. ആളുകൾ അവന് വെള്ളിയും പൊന്നും നാണയത്തുട്ടുകളൊക്കെ, വെള്ളിയും പൊന്നും ഉദ്ദേശിച്ചത് നാണയത്തുട്ടുകൾ, അന്നത്തെ നാണയത്തുട്ടുകൾ സ്വർണ്ണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെ നിർമ്മിച്ച നാണയത്തുട്ടുകൾ പോയിന്റ്സ് നൽകി അവന്റെ ആ നിസ്സഹായ അവസ്ഥ, അവന്റെ ഹെൽപ്ലെസ് സിറ്റുവേഷനെ ഒന്ന് മാനേജ് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ അതുകൊണ്ടൊന്നും തൃപ്തി പ്രാപിക്കുന്നില്ല. Over there, there were many people who were giving coins to help him with this situation, but that was not satisfying him or sustaining him. പത്രോസും യോഹന്നാനും ആലയത്തിലേക്ക് ആരാധനയ്ക്ക് കടന്നു വന്നപ്പോൾ ഇവർ പ്രതീക്ഷിച്ചതാ അതിനപ്പുറത്തെ ഒരു പ്രതീക്ഷയില്ല. അവരുടെ പ്രതീക്ഷ എന്താ? ഇവരും എനിക്ക് എന്തെങ്കിലും തരും, അതേപോലെ പ്രതീക്ഷ. When Peter and John were going to the temple, he was expecting to get something from them, and they were not expecting more, but just a few coins from them. പക്ഷേ അവർക്ക് മുൻപായി ദേവാലയത്തിനകത്തേക്ക് കയറി ഇവരെ സഹായിക്കാതിരിക്കുകയോ ചെയ്ത മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമായ ഒന്ന് കരങ്ങളിൽ വഹിക്കുന്നവരായിരുന്നു പത്രോസും യോഹന്നാനും. But Peter and John, before they went to the temple of God, they were ready to help him out with something. അവരെ കുറിച്ച് നോക്കിയാലേ പറയുന്നത്, മുടന്തനായ മനുഷ്യൻ ഇവരെ നോക്കുന്ന എന്തിനാ? നമുക്കറിയാം, നമ്മൾ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, ആളുകൾ നമ്മളെ നോക്കും. വഴിയിൽ നിൽക്കുന്ന മനുഷ്യർ പലരും ഓടൊക്കെ പിടിച്ച് നമ്മളെ നോക്കും. എന്തിനാ? നമ്മൾ അങ്ങോട്ട് നോക്കത്തില്ലെങ്കിൽ അവർ നമ്മളെ നോക്കും. സ്തോത്രം. എന്തിനാണ്? എന്തെങ്കിലും ലഭിക്കുമെന്ന് ആഗ്രഹിക്കും. ഇതേപോലെ ഈ മനുഷ്യനും അവരെ നോക്കി. അവർക്കറിയാം എന്തിനായി നോട്ടത്തിന്റെ ഉദ്ദേശം, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണ്. And over here we see that this lame man was looking into Peter. He fixed his attention onto Peter and John because he was expecting something from them. എന്നാൽ സ്വന്തം അവരെ നോക്കിയപ്പോൾ in that exchange, ഹല്ലേലൂയ, നോട്ടത്തിന്റെ എക്സ്ചേഞ്ചിൽ പത്രോസിന്റെയും യോഹന്നാന്റെയും ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ട് പറഞ്ഞു, ഇവന് കൊടുക്കേണ്ട ഒന്ന് നിങ്ങളെ ഞാൻ ഫലമേൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. When they were fixed their eyes to each other, between the layman and Peter and John, suddenly the Holy Spirit told him that I have given you an authority over him. ഇവർ നമ്മുടെ നോട്ടം കൈമാറ്റം ചെയ്ത സമയത്ത് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ നൊടിയുള്ളിൽ പ്രവർത്തിച്ച് ഒരു സന്ദേശം അവരിലേക്ക് കൈമാറി. അവൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, എന്നാൽ അതല്ല ഞാൻ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ വിടുതൽ നിങ്ങളുടെ പക്കൽ നൽകിയിട്ടുണ്ട്. ഇന്ന് അത് പകരപ്പെടേണ്ട ദിവസമാണ്. ഹല്ലേലൂയ. When Peter and John exchanged the
Jesus with a lame man, the Holy Spirit put a message into their heart saying that I'm going to give him something more than what he's expecting. അല്പസമയത്തേക്കുള്ള ഒരു സന്തോഷത്തിന് അവന്റെ ആ ഗതികേടിന് ഒരു അല്പസമയത്തെ ശമനം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നത് അല്പം കോയിന് അല്പം പണം അല്പം ഒരു ചെറിയ സഹായം. What over here the lame man was expecting is for some temporary relief or some temporary help or for some temporary money. പക്ഷേ ദൈവം അവനെ കണ്ടത് എന്നേക്കുമായ ഒരു വിടുതൽ, എന്നേക്കുമായ ഒരു രൂപാന്തരം അവന്റെ ഉള്ളിൽ പകരുവാൻ എന്റെ ദൈവം ആഗ്രഹിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. God's vision and purpose in his heart is to have a transformation for this lame man. ദൈവസഭയുടെ ദൂത് പറയട്ടെ, നമ്മുടെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചതിനെ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലേക്ക് നൽകുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. Church and whatever God has handed over to us, that's only what we can give to others. ഈ ദേശത്തിന് രൂപാന്തര ശക്തിയായി നിലകൊള്ളുവാൻ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ നിറവിൽ ഈ ദേശത്ത് വേല ചെയ്യുവാൻ നമുക്കിടയാകണമെങ്കിൽ ഈ നാളുകളിൽ നാം ചെന്ന് പ്രാപിച്ചേ മതിയാകും. ഹല്ലേലൂയ. In order for us to see this transformation happening in this nation, we need to get some blessing from God. ഹല്ലേലൂയ. മർക്കോസിന്റെ മാളികമുറിയിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സാന്നിധ്യം പത്രോസിനെയും യോഹന്നാനെയും അപ്പോസ്തലന്മാരെയും അഭിഷേകത്തോടെ വിടുതലായി യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ആ ദേശത്ത് നിർത്തിയതുപോലെ ഈ ദിവസം ഈ ദേശത്ത് വെളിപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ദൈവസഭയ്ക്ക് ഒരു രൂപാന്തരമാകട്ടെ. ഹല്ലേലൂയ. And all the apostles and all the here, we should also ask for the same transformation or the same presence of the Holy Spirit in our lives. ദൈവസഭയെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഈ ലോകത്ത് നിർത്തിയത് സ്തോത്രം മനുഷ്യന്റെ പരിമിതികൾക്കകത്ത് the limitations of human resources, മാനുഷികമായ സ്രോതസ്സുകളുടെ പരിമിതി നമുക്ക് ചുറ്റും കാണാൻ കഴിയും. അതിന്റെ മധ്യത്തിൽ ഒരു ആത്മീകമായ അഭിഷേകത്തോടെ അതിനെ ഹല്ലേലൂയ സ്തോത്രം അതിനെ നികത്തുവാൻ തക്കമുള്ള അഭിഷേകം ദൈവസഭയുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. അത് അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. Over here the church is planted in this word because we know that when we see the people over here, they have a lot of limitations, they have a lot of need, but the reason why God has planted this church is to supply those needs to those people. സ്വർഗ്ഗത്തിലെ സകലമായ ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം സമ്പൽ സമൃദ്ധമാക്കി സമ്പുഷ്ടമാക്കിയ ഒരു കൂട്ടമാണ് ദൈവസഭ എന്ന് വിളിക്കപ്പെടുന്നത്. സ്തോത്രം. We know that God has poured out every spiritual blessings into the church. ഹല്ലേലൂയ. അതിനൊരു പര്യാപ്തതയുണ്ട്. സ്തോത്രം. ദൈവം നൽകിയ ആത്മീയ അനുഗ്രഹങ്ങളിൽ ദൈവസഭയുടെ മേൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളിൽ ഒരു പര്യാപ്തതയുണ്ട്, അതിനൊരു സമ്പൂർണ്ണതയുണ്ട്. അത് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. One thing that we see that when the spiritual blessings are poured into the church, there's a reason behind it. അപ്പോസ്തലിക ശുശ്രൂഷയെ നാം കാണുന്നത് ഈ കുടുംബത്തെ എഴുന്നേറ്റ് നടക്കുവാനാക്കിയ അത്ഭുത പ്രവൃത്തി മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തിയിലൂടെ നടന്ന എല്ലാ അത്ഭുത പ്രവൃത്തിയെ നാം നോക്കിക്കാണുമ്പോൾ അവിടെ കാണുന്നത് ദൈവത്തിന്റെ ദാസന്മാരെ ദൈവസഭയെ അഭിഷേകം ചെയ്തതിൽ ഒരു സമ്പൂർണ്ണതയുണ്ട്, ആത്മാവിന്റെ നിറവുണ്ട്. ഹല്ലേലൂയ. Over here we see that all the miracles that happened, not only with this lame man, but all the miracles that have happened with the disciples, we see that there's a power of the Holy Spirit behind it. Praise the Lord. പ്രിയമുള്ളവരെ, ഇന്നും ദൈവസഭയെ ദൈവം നിലനിർത്തിയിരിക്കുന്നത് ഇതേ ശുശ്രൂഷയ്ക്കായിട്ടാണ്. ഒന്നാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ നിന്ന് ഹല്ലേലൂയ ദൗത്യ നിർവഹണത്തിൽ ഒട്ടും ഹല്ലേലൂയ മാറ്റമില്ല. നമ്മുടെ ദൈവസഭ ഈ കാലഘട്ടത്തിലും ദൈവമാക്കിയിരിക്കുന്ന ദൈവസഭയെ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. There's the same purpose that the Holy Spirit had for the first generation, for the first century church. He has the same plan for our church at this generation also. Praise the Lord. ഹല്ലേലൂയ. തീർത്തും വെള്ളിയും പൊന്നും കൊടുത്ത് കാര്യം ഒതുക്കുവാനല്ല ദൈവസഭ ദൈവം നിർത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നീളുന്ന ഒരു അഭിഷേകത്തിന്റെ വ്യാപാരം സമൂഹത്തിൽ, വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ വെളിപ്പെടുത്തുവാൻ ദൈവസഭയ്ക്ക് കഴിയും. അതുകൊണ്ട് അഭിഷേകം നമ്മുടെ മേലുണ്ട്, നാം അത് വ്യാപരിക്കാറുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് മാത്രമാണ് വിടുതൽ സംഭവിക്കാത്ത മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. Over here it's not just by ending by giving gold or silver to the people, but beyond that God wants us to give us authority and the working of the Holy Spirit through the church. പത്രോസും യോഹന്നാനും
വെറുതെ കയറി പോവായിരുന്നു. എന്ത് ചെയ്തു? നടന്നു പോയ സമയത്ത് ചുറ്റുമുള്ള കാര്യങ്ങളെ വീക്ഷിപ്പാൻ, നോക്കി കാണുവാൻ, ആ നോക്കി കണ്ടതിൽ വെച്ച് അവർക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് സ്തോത്രം തീരുമാനിക്കാനും അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താനുള്ള ഒരു അഭിഷേകം കർത്താവിന്റെ ദാസന്മാരെ അപ്പോസ്തലന്മാരുടെ ദൈവം നൽകി. Peter and John were just not walking into the temple, but they were looking all around, and they were waiting to see what they can do for the people with the anointing of the Holy Spirit. ഞങ്ങളുടെ പക്കൽ ഒന്നുണ്ട്. സ്തോത്രം. We have something. Peter and John said that we had something. Hallelujah. It is not gold or silver. അത് സ്വർണ്ണമോ വെള്ളിയോ പൊന്നോ നാണയത്തുകളോ അല്ല. അതിനപ്പുറത്തേക്കുള്ള ചിലത് ഞങ്ങളുടെ കയ്യിലുണ്ട്. It is not gold or silver, but something that's beyond that is what we have. എനിക്കുള്ളത് ഞാൻ പ്രാപിച്ചത് നിനക്ക് തരാൻ പോവാ. ഹല്ലേലൂയ. Peter says what I have experienced. കഴിഞ്ഞ നാളുകളിൽ പ്രാപിച്ചത് എന്തുവാ? ദൈവത്തിൽ കർത്താവിനെ ചേർന്ന നടപ്പിൽ നാം പ്രാപിച്ച ചിലതുണ്ട്. അത് കൈമുതലായുള്ള ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. From God, and we should praise Him for that. Praise the Lord. നിങ്ങൾ പ്രാപിച്ച വിടുതലുകൾ, നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹങ്ങൾ, നിങ്ങൾ പ്രാപിച്ച അനുഭവ സാക്ഷ്യങ്ങൾ, ഹല്ലേലൂയ, കർത്താവ് നടത്തിയ വിധങ്ങൾ, അത് ഒരു വ്യക്തിയോട് പറഞ്ഞ ഹല്ലേലൂയ നടക്കുന്ന രൂപാന്തരത്തിന്റെ അളവ് ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. The blessings that we received and all the healings and the deliverance that we received, if we share with that with somebody, can you imagine the transformation that would happen with them? ഇവിടെ നാം വഹിക്കുന്ന ഒരു നാമമുണ്ട്. ആ നാമത്തിന്റെ പേര് നസറേനായ യേശുവിന്റെ നാമം. We carry and that is the name of Jesus Christ. Praise the Lord. Hallelujah. നസറേനായ ഹല്ലേലൂയ. നസറാനികൾ നമ്മുടെ പിതാക്കന്മാരെ വിളിച്ചിരുന്നു. നസറേത്തിൽ നിന്ന് കടന്നു വന്ന നസറേനായ എന്റെ യേശുവിന്റെ നാമം. ആ യേശു നസറേനായ യേശു എന്ന് പറയുമ്പോൾ അവൻ ഈ ഭൂമിയിൽ വന്നത്, ഈ ഭൂമിയിൽ ജീവിച്ചത്, നമുക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റത്, വീണ്ടും ഹല്ലേലൂയ കടന്നു വരുന്നത്, ആ ചരിത്രം മുഴുവൻ the whole Christianity is going to be included in that name. Hallelujah. നാമത്തില് ഇത് സകലതും അടങ്ങിയിരിക്കുന്നു. Hallelujah. In the name of Jesus Christ of Nazareth is where we see all the deliverance that has happened. He has died for us. He saved us from our sins and gave us eternal glory. And we see all that included in the name of Jesus Christ of Nazareth. ലോകത്തിന് യേശു എന്ന് പേര് പറയുമ്പോൾ അതൊരു വ്യക്തി മാത്രം. In this world, when they see the name of Jesus is towards one person. ലോകത്തിന് യേശു എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളുടെ ദൈവം, ക്രിസ്ത്യാനികളെ സേവിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ മാത്രമേ യേശു എന്ന നാമത്തെ അവർക്ക് നോക്കി കാണാൻ കഴിയൂ. In this world, when they see the name of Jesus, they believe that it is a God of the Christians, and that's what they are related to. കർത്താവിനെ വേണ്ടതുപോലെ വ്യക്തിപരമായി സുരക്ഷിതമായി സ്വീകരിച്ച് ആ ലെവലിൽ ദൈവവുമായി കർത്താവുമായി ബന്ധമില്ലാത്തവർക്കും യേശു എന്ന പേര് മറ്റു പലതൊക്കെയാണ്. For those people who have not accepted Jesus as their personal Savior, the name of Jesus is related to something else. എന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചനപ്രകാരം ജീവിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ആത്മനിറവിൽ ക്രിസ്തുവിനെ നയിക്കുന്ന ഒരു ദൈവവൈതലിന് യേശു എന്ന പേര് അവന്റെ വായിൽ നിന്ന് ഉച്ചരിക്കപ്പെടുമ്പോൾ അത് വെറും പേരല്ല, അത് നസറേനായ യേശുവിന്റെ പേര്, അവന്റെ ആളത്വം മുഴുവൻ, അവന്റെ മാനുഷികത്വം, അവന്റെ ദൈവത്വം, അവൻ നമുക്ക് വേണ്ടി ചെയ്തത്, അവന് നമ്മിലൂടെ ചെയ്യുവാൻ കഴിയുന്നത്, അത് സകലത് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമായി ആത്മനിറവോടെയുള്ള ഒരു പ്രവൃത്തിയായി നാം മാറുകയാണ്. ഹല്ലേലൂയ. For the believer who has been born again, baptized, and also walking in the Spirit, the name of Jesus Christ of Nazareth has a lot of authority and a lot of blessing in their life. Praise the Lord. പറഞ്ഞു, ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ അറിവല്ല, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ നീ നടക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. Peter and John said it's not by our abilities or by what we have of experience, but in the name of Jesus Christ of Nazareth, rise up and walk. നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം വ്യത്യസ്തമായതല്ല. Praise the Lord. വെള്ളിക്കും പൊന്നിനും കഴിയാത്തതിനെ ചെയ്യുവാൻ ഈ ലോകത്തിന്റെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഗതികൾക്ക് കഴിയാത്തത് നമ്മെ കൊണ്ട് ചെയ്യിക്കുവാൻ എന്റെ കർത്താവിന്റെ നാമത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. Has not been used to meet every physical need of the church, but to provide something that is much better. Praise the Lord. Hallelujah. യേശുവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ അവിടെ വിടുതൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ ഈ നാളുകളിൽ യേശുവിന്റെ നാമത്തെ ഉച്ചരിപ്പാൻ മടികളാക്കരുത്. When we proclaim the name of Jesus, when there is delivery and healing, we should not backslide from proclaiming the name of Jesus. അവിടെ പറഞ്ഞത്
യേശു നാമത്തിൽ നടന്ന എപ്പോഴും മുഖമുള്ളവരെ ഇപ്പോൾ തന്നെ കൈ പിടിച്ച് അതിനെ പോകുക. Over there, they says to rise up and walk in the name of Jesus Christ, not later, but right away there. അവിടെ പറയുന്നത് ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു, അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. Quickly walking and leaping and praising God, he stood up and പ്രിയമുള്ളവരെ, ഇതാണ് ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവപ്രവൃത്തി നടന്നു കഴിഞ്ഞാൽ അവിടെ നടന്ന് തുള്ളി ആരാധിച്ച് അവൻ ആലയത്തിലേക്ക് ഹല്ലേലൂയ അവിടെ ഭിക്ഷയായിരിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ആരാധനയുടെ നടുത്തളത്തിലേക്ക് തുറയായി. as soon as his feet and ankles were made strong, he started leaping, he stood up and began to walk and entered into the temple of God praising him. Praise the Lord. ഈ നാളുകളിൽ അന്ത്യകാലത്ത് നടക്കുന്ന ശുശ്രൂഷയുടെ പ്രത്യേക സ്വഭാവം പറയുന്നത് there shall be an instant restoration in many things. വളരെ ദ്രുതഗതിയിൽ നടക്കുന്ന ചില മാറ്റങ്ങൾക്ക് ദൈവം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. Over here towards the end of the days, there are going to be a lot of testimonies where the church is able to bring a restoration to a lot of people. സുധിച്ച് പറയാൻ ഞങ്ങളുടെ മണ്ണിൽ നടക്കാൻ പോവുകയാണ്. പെട്ടെന്ന് നടക്കുന്ന ഇൻസ്റ്റന്റ് ട്രാൻസ്ഫോർമേഷനായി നടക്കുന്നത് ദൈവപ്രവൃത്തികൾ നിന്റെ കൺമുമ്പിൽ നടക്കുന്ന നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇത് പകരപ്പെടുന്ന നിമിഷം തന്നെ, പറയപ്പെടുന്ന നിമിഷം തന്നെ, ആവശ്യപൂർവ്വമായി ദൈവസന്നിധിയിലേക്ക് നീ അടുത്തു വരുന്ന നിമിഷം തന്നെ നാളേക്ക് മാറ്റിവെക്കാതെ ഒരു ദൈവപ്രവൃത്തി ജനത്തിന് വെളിപ്പെടുന്നതിനാൽ സ്വന്തത്തോടെ വിശ്വാസത്തോടെ അത് സ്തുതിച്ച് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചോടെ ഹല്ലേലൂയ. Faith in God that the restoration is going to happen in front of our eyes during this time. ഭിക്ഷയായിരിച്ചവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. Praise the Lord. They started praising God. കൈനീട്ടിയിരുന്നവൻ കൈനീട്ടി ദൈവത്തെ ഉയർത്തി ദൈവത്തിന് കൊടുക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് തരണമെന്ന് പറഞ്ഞവൻ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. ദൈവത്തെ മഹത്വം തുടങ്ങി. ഇതാണ് ദൈവപ്രവൃത്തിയുടെ ആഴം. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഇല്ലായ്മയുടെ കണക്കുകൾ പോലെ കാലം മാറിയിട്ട് ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുവാൻ ഒരു ബലം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ കരുണ ഈ നാളുകളിൽ ദൈവത്തിന്റെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടും. ഇതുവരെ വെളിപ്പെട്ടിട്ടാണ് ചില ശുശ്രൂഷകൾ ഇതിലൂടെ വെളിപ്പെടുവാൻ സമയമായി. ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. അടിയങ്ങൾ കടന്നു സന്ദർഭം ദൈവത്തിന് മഹാദാസ്യം ഞങ്ങളോട് കൂടെ ഇന്നലെ നന്ദിയോടെ സ്തോത്രം ചെയ്ത് പാടുവാൻ പ്രാർത്ഥിപ്പാൻ ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം ഞങ്ങൾക്കിടയാക്കി കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്നു കർത്താവേ. കഴിഞ്ഞ ആഴ്ച കാലം ഞങ്ങളെ ഭദ്രമായി സൂക്ഷിച്ചായിരുന്നൊക്കെ ഞങ്ങളെ പരിപാലിച്ചു. ആവശ്യങ്ങളൊക്കെ ഞങ്ങളെ അടിയങ്ങളുടെ ദിവസത്തിൽ കടന്നു വന്ന സന്ദർഭം ദൈവത്തിന് മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ എഴുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ നല്ല സംഘടനത്തെ നൽകി തന്നോട് സ്തോത്രം. ഞങ്ങളുടെ ദാസനെയായി ബലപ്പെടുത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. അടിയങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മനഃപ്പാഠവാക്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിക്കുവാനിടയായി. ഈ വർഷം നമ്മുടെ ലോകത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചെറുതും കീഴ് വഹിച്ചു കൊള്ളണമേ. ആ വർഷത്തിൽ പൊതിഞ്ഞു കൊള്ളണമേ. അങ്ങയുടെ കൃപയിൽ സൂക്ഷിച്ചു കൊള്ളണമേ. മനുഷ്യർക്കും ദൈവത്തിന് കൊള്ളാവുന്നവരായി വർദ്ധിച്ചു വരുവാൻ, വളർന്നു വരുവാൻ ആവശ്യമാണെന്ന എല്ലാ കൃപയും കൊടുത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ സൂക്ഷിച്ചു കൊള്ളുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച് ഞങ്ങളെ സഭയായി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഒരു കാലം
അടിയങ്ങളെ കൽപ്പിച്ച ദൈവത്തിനായി സ്തോത്രം. ഞങ്ങൾ ദാസന്മാരെ ഇതിനായി ചിറപ്പെടുത്തി കർത്താവെ ദൈവശക്തി പ്രാപിച്ച് ഞങ്ങൾ ദൈവിക പ്രകാരം ജീവിപ്പാനുള്ള പോകുന്ന ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ, യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം ഞങ്ങൾ അനുഭവിപ്പാൻ തക്കോണം കർത്താവിന്റെ സംരക്ഷണം നിമിഷം തോറും ദിനം തോറും ഞങ്ങൾ അനുഭവിച്ച് അങ്ങയിൽ സന്തോഷിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കും. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളെ സഭയായി ഇപ്പോൾ ദൈവങ്ങളെ കേൾപ്പിക്കുന്ന അടിയങ്ങളോട് മനസ്സിലാക്കണമേ. ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാണ് ദൈവമേ. ഞങ്ങൾ എവിടെയായിരുന്നാലും ദൈവത്തിന്റെ മഹാകൃതി ഞങ്ങളോട് കൂടെ ഞങ്ങളെ പരിപാലിച്ചു കൊള്ളണമേ. ദൈവസ്ഥലത്തിൽ വിശുദ്ധിയോടും നിർമ്മലതയോടും കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തി ജീവിപ്പാനും കൂടുതൽ ഞങ്ങളെ സഹായിച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ എല്ലാ ദൈവങ്ങളിലേക്ക് കേൾപ്പിക്കും. നന്ദിയോട് സ്തോത്രം. യാത്രയാകുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങൾ പലവിധ വിഷയങ്ങൾ ദൈവസ്ഥലിൽ വെച്ച് അങ്ങയോട് അപേക്ഷിക്കുന്നതൊക്കെ ദൈവങ്ങൾ മറുപടി നിന്ന് സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് കർത്താവ് ഈ ഒരാഴ്ചക്കാലം തിരിയുമ്പോൾ ജീവിപ്പാനും കൂടുതൽ ഞങ്ങളെ പരിപാലിക്കുന്നു. അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടുത്താൻ ഇടയാകുന്ന സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ഉണ്ടായിരിക്കുമാറാകട്ടെ.